കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മളൊക്കെ പത്രങ്ങളിലും ചർച്ചകളിലുമൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, അമേരിക്ക ഇന്ത്യക്ക് മേൽ 25% നികുതി ചുമത്തുന്നതിനെക്കുറിച്ച്. ചിലപ്പോൾ നമ്മളിൽ പലരും വിചാരിച്ചു കാണും, ഓ, ഇതൊരു വലിയ സാമ്പത്തിക കാര്യമൊന്നുമല്ലല്ലോ, നമ്മളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കാനെന്ന്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്ക ലോകത്തിലെ തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. നമ്മുടെ ഇന്ത്യക്ക് മേൽ ഒരു വലിയ നികുതി ചുമത്തുമ്പോൾ അത് വെറുതെ ഒരു വാർത്തയായി പോകില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ₹1 ഒരു വ്യത്യാസം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ 25% നികുതി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു വിഷയമായിരിക്കും. ഇത് വെറും കണക്കുകളുടെ ഒരു കളിയല്ല, നമ്മുടെ വീട്ടുകളിലേക്കും തൊഴിലിലേക്കും നേരിട്ട് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ നികുതി എന്താണ്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനൊരു തീരുമാനമെടുത്തത്, ഇത് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, ഒടുവിൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേന. നമ്മൾ പലപ്പോഴും വ്യാപാര യുദ്ധം എന്നൊക്കെ കേൾക്കാറുണ്ട്. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമല്ല, മറിച്ച് സ്റ്റീൽ, അലൂമിനിയം, ചില കാർഷിക ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചർ, ആഭരണങ്ങൾ, ചില എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ചില പ്രത്യേക മേഖലകൾക്കാണ് ഇത് കൂടുതലായി ബാധിക്കുക. നമ്മൾ അമേരിക്കയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ അധികമായി 25% നികുതി കൊടുക്കേണ്ടി വരുന്നു എന്നത് ഇതൊരു ലളിതമായ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനൊരു തീരുമാനമെടുത്തത്? പ്രധാനമായും അവരുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൻ്റെ ഭാഗമായി അവരുടെ രാജ്യത്തെ കമ്പനികൾക്കും തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുക, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നിവയൊക്കെല്ലാമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അമേരിക്കയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, പുറത്തുനിന്ന് വരുന്ന ഇറക്കുമതിയുടെ അളവ് കുറയ്ക്കണം, മാക്സിമം അതായത് പരമാവധി അവർക്ക് കുറയ്ക്കണം എന്നൊരു ചിന്തയുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി ഒരു കാരണമായി അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ അത്രയും സാധനങ്ങൾ അവർക്ക് നമ്മളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു വാദം അവർക്കുണ്ട്. പലപ്പോഴും അവർ പറയുന്നത് ഇന്ത്യൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നുണ്ടെന്നും അതിനൊരു മറുപടിയായിട്ടാണ് താങ്കൾ ഈ നികുതി ചുമത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത് കേവലം സാമ്പത്തിക താല്പര്യം മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഇതിന് പിന്നിലുണ്ടായിരിക്കാം. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ 25% നികുതി ഇന്ത്യക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. സ്വാഭാവികമായും നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഈ നികുതി കാരണം കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള ഉപഭോക്താക്കൾ കൂടുതൽ വില കൊടുത്ത് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ മടിക്കും. അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളോ മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് നമ്മുടെ കയറ്റുമതിയെ ഗണ്യമായി കുറയ്ക്കാൻ ഇടയാക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്ക നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിന്നൊരു രാജ്യമാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ കയറ്റുമതിക്കാർക്ക് ഒന്നുകിൽ നികുതി ഭാരം സ്വയം ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് അവരുടെ ലാഭത്തെ നേരിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് ചെറിയ വ്യവസായികളെയും കർഷകരെയും. അവരുടെ മാർജിൻ എത്രത്തോളം കുറവായിരിക്കും. ഈ 25% നികുതി അവർക്ക് താങ്ങാൻ കഴിയുന്നൊരു പക്ഷേ വരില്ല. പലർക്കും ബിസിനസ് നിർത്തിപ്പോകേണ്ട ഒരു ആവശ്യം പോലും വന്നേക്കാം. കയറ്റുമതി കുറയുന്നത് പല വ്യവസായശാലകളെയും പ്രതികൂലമായി ബാധിക്കും. ഉൽപ്പാദനങ്ങൾ കുറയുന്നതോടെ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട ചില കമ്പനികൾക്കും വന്നേക്കാം. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കയറ്റുമതി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ നികുതി കാരണം അവരുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഒരു പക്ഷേ നിങ്ങളുടെ അയൽക്കാരൻ, നിങ്ങളുടെ അയൽവാസി ഒരു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈ നികുതി അയാളുടെ ജോലിയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്ക്, എന്ത് കഷ്ടമായിരിക്കും. കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ GDP ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് കയറ്റുമതി കുറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മൊത്തത്തിൽ മന്ദഗതിയിലാകാൻ വരെ സാധ്യതയുണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾ ഇത് കാരണം കുറയാൻ പോലും കാരണമായേക്കാം. ചില അസംസ്കൃത വസ്തുക്കളോ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മറ്റു ചില ഉൽപ്പന്നങ്ങളോ ഈ നികുതി വിധേയമായാൽ അത് ആഭ്യന്തര വിപണിയുടെ സാധനങ്ങളുടെ വില കൂട്ടാൻ പോലും കാരണമാകും. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചെന്ന് വരാം. ഉദാഹരണത്തിന്, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഘടകത്തിന് നികുതി കൂടുമ്പോൾ ആ ഒരു ഘടകം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സാധനം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യ നിസ്സഹായമായി നോക്കി നിൽക്കാനാകില്ല. ഈ വെല്ലുവിളികളെ നേരിടാൻ പല വഴികളുണ്ട്. അമേരിക്കയുമായി നേരിട്ടൊരു നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം.
ഇരു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഒരു ധാരണയിലെത്താൻ ശ്രമിക്കുക. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരു പരിഹാരത്തിലെത്താൻ ശ്രമിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്കെതിരായിട്ട് ഈ ഒരു നികുതി എന്നത് ഇന്ത്യക്ക് തോന്നുകയാണെങ്കിൽ ഒരു തർക്ക പരിഹാരത്തിന് അപേക്ഷിക്കാം. WTO വഴിയുള്ള ഒരു അനുകൂല വിധി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ സഹായമായേക്കാം. WTO പോലുള്ള ആഗോള വേദികളിൽ നമ്മുടെ വാദങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പുതിയ വിപണികൾ കണ്ടെത്തുന്നത് ഈ ഒരു നഷ്ടം നികത്താൻ വളരെ രീതിയിൽ സഹായിക്കും. ഉദാഹരണത്തിന് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം ശക്തിപ്പെടുത്തുന്നത് ഒരു നല്ല നീക്കമായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ ശക്തിപ്പെടുത്തി ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക. കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം രാജ്യത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആളുകൾ തന്നെ അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ശക്തമാകാൻ നമുക്ക് കഴിഞ്ഞേക്കാം. ചിലപ്പോൾ നമുക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി നികുതി ചുമത്താനും ഒരുപക്ഷെ പറ്റും. പക്ഷേ ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ ആലോചിച്ചു മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം തിരിച്ചടി നികുതി ചുമത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് തന്നെ ഉപഭോക്താക്കളെയും വ്യവസായികളെയും പ്രതികൂലമായി ഒരുപക്ഷെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ തന്ത്രപരമായും കൃത്യമായി പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇങ്ങനൊരു കാര്യം നമ്മൾ ചിന്തിക്കാൻ പോലും പാടുള്ളൂ. ഇങ്ങനെയുള്ള സാമ്പത്തിക വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ ചില സഹായങ്ങൾ നൽകിയേക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇളവുകളോ വായ്പകളോ പുതിയ വിപണി കണ്ടെത്താനുള്ള സഹായങ്ങളോ ഒക്കെ ചിലപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിച്ചേക്കാം. പുതിയ സാമ്പത്തിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുകയും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ ഉൽപ്പാദനങ്ങൾക്ക് കൂടുതൽ ആകർഷകമാക്കാൻ സഹായിക്കാം. ഒരു ഉൽപ്പന്നത്തിന് 25% നികുതി വന്നാൽ പോലും അതിൻ്റെ അടിസ്ഥാന വില കുറവാണെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം. അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും ഈ മാറ്റങ്ങൾ നേരിടാനുള്ള ആവശ്യമായ പരിശീലനങ്ങളും സാങ്കേതിക സഹായവും നൽകേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ വിപണികളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും അവിടെ എങ്ങനെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാമെന്ന് അവരെ സഹായിക്കുകയും ചെയ്യണം. ഈ 25% നികുതി എന്നതൊരു ചെറിയ വിഷയമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് വെറും കണക്കുകളിലെ ഒരു കളികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും സാധാരണക്കാരുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.